മോനെ എല്ലാം കൂടി 100 പവനിൽ കൂടുതൽ ഉണ്ടാവൂലേ? 100 പവനൊക്കെ ഉണ്ടാവോ? പിന്നെ ഇല്ലാതെ. ആദ്യത്തെ ഇവിടെ ഇട്ട മാലയില്ലേ, അതിൽ തന്നെ ഉണ്ടാവും 25 പവൻ. ഇന്നലെ അഴിച്ചു വെക്കുമ്പോഴേ ഞാൻ ലോക്കർ കാണിച്ചു കൊടുത്തു, ഇതിൽ വെച്ചാൽ മതി മോളെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എടുത്തു നോക്കി, എന്ത് കനോടാണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തായാലും 100 പവനിൽ മേലെ ഉണ്ടാവും. അങ്ങനത്തെ 5-6 മാല ഉണ്ട് അവളെ കയ്യില്. കല്യാണ സമയത്ത് ഞാൻ അവളെ ഇട്ടൊന്ന് നോക്കിയതാ. ചോദിക്കുന്ന മോശല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. വേണ്ട വേണ്ട, മോൻ ചോദിക്കണ്ട. വന്ന് കയറുമ്പോഴേക്ക് ചോദിച്ചാലേ നമ്മൾ ആത്തി പണ്ടാരങ്ങളെന്ന് പറയും അവള്. എന്തായാലും നമ്മുടെ സ്വർണം മുഴുവൻ നിരിക്കന്നല്ലേ. ആ അമ്മേ, എങ്ങനെ പോയാലും ഒരു 10-80 ലക്ഷം രൂപ മുതലുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇപ്പോഴൊന്ന് സമാധാനം. നല്ലൊരു സേവിങ്സ് കയ്യിൽ വന്നില്ലേ? വെറുതെ അല്ലല്ലേ ഓരോരുത്തർ പറയുന്നത് ഈ കഷ്ടകാലം പിടിച്ച സമയത്ത് കല്യാണം കഴിക്കണമെന്ന്. ജീവിതം ഒറ്റ സെക്കൻഡല്ലേ മാറി മറിയുന്നത്. ഇതിപ്പോ ഒരു മുതൽ മുടക്കില്ലാണ്ട് ഇഷ്ടംപോലെ പൈസ ഇങ്ങോട്ട് വന്നില്ലേ? ലക്ഷങ്ങളോ കോടി. ഇപ്പൊ തന്നെ സ്വർണത്തിന് 10-80,000 ഉറുപ്പിയുണ്ട് ഒരു പവന്. 2 മാസം കൂടി കഴിഞ്ഞാലോ 1 ലക്ഷം ആകും. അപ്പൊ 10 പവൻ എത്രയായി? 10 ലക്ഷം. ഇപ്പൊ 100 പവനോ 1 കോടി. ഇപ്പൊ കോടീശ്വരന്റെ അമ്മയാണ് ഞാൻ. ഓ, പോരാത്തന് 25 സെന്റ് സ്ഥലവും. കണാരം മണിക്കരെ കവട നേരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 33-ാം വയസ്സിൽ കോടീശ്വരനാകാൻ യോഗം ഉണ്ടെന്നുള്ളത്. ഇപ്പൊ കണ്ട അനുഭവം. ഞാൻ ജാതകം നോക്കാൻ പോയില്ലേ, ആ സമയത്ത് പറഞ്ഞതാ. അല്ല, ആ സ്ഥലത്തിന്റെ കാര്യം അമ്മയൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ അവരെന്താ പറഞ്ഞേ? അതിന് കല്യാണത്തിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ. നമ്മൾ പെണ്ണ് കാണാൻ പോയില്ലേ, അപ്പൊ അവളുടെ അച്ഛൻ പറഞ്ഞതാ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അവരുടെയാണെന്നുള്ളത്. എങ്ങനെ പോയാലും ഭാഗം വെച്ചാൽ ഇവർക്കൊരു 50 സെന്റ് സ്ഥലം കിട്ടും. കൂട്ടുകുടുംബമാണല്ലോ, അനിയനാട്ടന്മാർ കുറെ ആളുടെ അത്ര ആളുടെ അച്ഛൻ. ഇവർക്കൊരു 50 കിട്ടിയ ഒരു ചെക്കനും ഒരു പെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടാൾ 25 ബാധിക്കും. അതോ റോഡ് സൈഡ്. ഇപ്പൊ നോക്കുമ്പോ അവിടെ എന്തൊരു 4-5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. പിന്നീട് കൂടി 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 വന്നാലോ 10 ലക്ഷം രൂപ വരെയാവും. നീ ഇപ്പൊ ഓടിപ്പിടിച്ച് വിൽക്കാൻ നിൽക്കല്ലേട്ടോ, വില കൂടട്ടെ, അവിടെ കിടന്നട്ടെ. അപ്പോഴെന്താ വന്നത്? രാജയോഗം വീണ്ടും എനിക്ക് വന്നു. പിന്നെ എനിക്ക് രാജയോഗം. നീ കൊറേ കല ഗോപാലിന്റെ മോളുടെ പുറകെ നടന്നതല്ലേ, അതിൽ എത്ര തരും പറഞ്ഞിട്ടാ? എങ്ങനെ പോയാലും അവര് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് 30 പവൻ തരും. എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴോ 70 പവൻ കൂടി കിട്ടിയോ? പോരാത്തി 25 പവന്റെ സ്ഥലവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എത്ര കഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ട വെച്ചത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നീ 10,000 കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ മാല മോളെ ഇതുപോലെ കെട്ടിച്ചേക്കണമെന്ന് എന്റെ ആഗ്രഹം. നടന്നാ മതിയായിരുന്നു ദൈവമേ. എങ്ങനെ 100 പവനും 25 സെന്റ് സ്ഥലവും കൊടുത്തിട്ടോ? അമ്മ എന്തെന്നേ പറയുന്നത്? ആ കൂടെ 5 സെന്റിൽ ഒരു ചെറിയ വീടാണുള്ളത്. പിന്നെ എനിക്കുള്ള ഒരു ചെറിയ ജോലിയും. അത് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് ഇതൊക്കെ നടത്താൻ പറ്റുമോ? അതല്ലടാ, അതെനിക്കറിയില്ല. ഈ 5 സെന്റ് സ്ഥലവും നമുക്കുള്ളൂ, പിന്നെ നിന്റെ ചെറിയൊരു ജോലി എന്നുള്ളത്. ഇപ്പൊ നിന്റെ കല്യാണത്തിന് എന്നെ പെടാ പാടുപെട്ട് അത് നടത്തി കിട്ടിയത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴൊക്കെ പെൺകുട്ടികൾക്ക് ഇങ്ങോട്ട് സ്വർണം കൊടുത്തിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ടത്രേ. കാലമൊക്കെ മാറിയില്ലേ, പെൺകുട്ടികളെ കിട്ടാൻ വഴിയില്ല. മുടിയൊക്കെ നല്ല താടിയും പറത്ത് നടക്കും ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാണ്ട്. പിന്നെ ഈ മാല മോളിലെ കല്യാണം കഴിക്കാൻ ആളില്ലാത്തത് ഒരു പരസ്യം അങ്ങ് കൊടുക്കുക. 101 പവൻ കൊണ്ടുവന്ന് ഇട്ടിട്ട് കൊണ്ടുപോകാൻ ആളിന്റെ കൊണ്ടുവന്ന ആളെ പറഞ്ഞിട്ട്. അമ്മ വെറുതെ വിവരക്കേട് പറയാൻ നിൽക്കല്ലേ. ഇങ്ങനത്തെ ഓരോ ഡിമാൻഡ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ പെണ്ണ് ഇവിടെ വീട്ടിൽ നിന്നു കൊണ്ടു ഒരാളും വരില്ല കല്യാണം കഴിക്കാൻ. അതൊക്കെ നിന്നെമാരിലെ പോങ്ങന്മാര്. നീയേ ഒന്നും വേണ്ട പറഞ്ഞില്ല ഈ കുട്ടിനെ കാണാൻ പോയത്. എന്നിട്ട് കല്യാണം ഉറച്ചപ്പോഴോ അവരെത്ര തരും അമ്മേ, അവരെത്ര തരും എത്ര പ്രാവശ്യം ചോദിച്ച് ഞാൻ നിന്നെ സമാധാനപ്പെടുത്തിയത്. പേടിക്കണ്ട, തരും പറഞ്ഞിട്ട്. ഇതേ അങ്ങനെയല്ല, ഇഷ്ടംപോലെ ബിസിനസ്സും പൈസയുള്ള ചെക്കന്മാരുണ്ട്. പെൺകുട്ടി മാത്രം മതി പറഞ്ഞ് മിടുക്കന്മാര്. അങ്ങനെ ഒരാളെ എന്റെ മോള് കണ്ടുവച്ചിട്ടുണ്ട്. അതല്ല ഞാൻ ഇത്രയും ധൈര്യത്തിൽ നിന്നോട് പറയുന്നത്. അമ്മേ, ഒരമ്മയാണ് ഈ പറയുന്നത്? പെമ്പിളേരെ മര്യാദയ്ക്ക് വിടുന്ന കെട്ടിച്ചൂടല്ല, എന്നിട്ട് അവക്ക് വേറെ ആളുണ്ടെന്ന്. എന്നാ നീ കൊണ്ടുപോവാ. ഒരൊറ്റ കണ്ടീഷൻ എനിക്കുള്ളൂ, 101 പവൻ എന്റെ മോൾക്ക് ഇട്ടുകൊടുക്കണം. 50 സെന്റ് സ്ഥലവും അവളുടെ പേർക്ക് വേണം. പറ്റുമോ നിനക്ക്? നിനക്ക് പറ്റില്ലാലോ, എന്നാ പിന്നെ മിണ്ടാതിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ മാല മോൾ നോക്കിക്കോളും. അവളുടെ ഓഫീസിലെ മാനേജറെ ഇടയ്ക്ക് നോക്കിന്നോ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞവള്. കാണാൻ നല്ല മൊഞ്ചുള്ള ചെക്കൻ, നല്ല തറവാട്ടുകാരാണത്രേ. 3-4 കാറിലൊക്കെ മാറി മാറി വരുന്നുണ്ടത്രേ. അങ്ങനെ നമ്മുടെ മാല മോള് പറഞ്ഞത്. ചെക്കൻ്റെ ആ ഗോളിയും ഗ്ലാസും വരത്തൊക്കെ കാണുമ്പോ പഴയ മമ്മൂട്ടിയില്ലേ അതുപോലെ ഉണ്ടത്രേ മോനെ. ഈ കണാരം പണിക്കര് പറഞ്ഞ ലക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോ ചെക്കൻ അത് തന്നെ. എന്റെ അമ്മയെ ഒന്ന് സംസാരിച്ചു ചിരിച്ചു എന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അവൻ ഇവളോട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അമിത വെറുതെ കണാരം പണിക്കര് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ 100 പവൻ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരാളും വരില്ല ഇവിടെ കെട്ടിക്കൊണ്ടുപോവാൻ. ഓ, അപ്പൊ നിന്റെ കാര്യം മാത്രം നന്നായിട്ട് നടന്നു, നീ കോടീശ്വരനുമായി. എന്റെ മോൾ അങ്ങനെ ഇരുന്നോട്ടെ അല്ലേ? അതല്ലമ്മേ, പണ്ടത്തെ കാലമൊന്നല്ല, കാലൊക്കെ മാറി.
നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതന്നെ ഞാനും പറയുന്നത്. കാലമൊക്കെ മാറി. ശ്രീധരൻ ചോദിച്ച് പെൺകുട്ടി ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് വരെ കൊടുക്കാം. നല്ല കുടുംബത്തിലെ കുട്ടിനെ വേണമെങ്കിൽ സ്വർണ്ണം ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുപോകണം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സമയമാകുമ്പോ മാല മോള് വന്ന് പറയും. അതിനനുസരിച്ച് നമുക്ക് നീങ്ങിയാൽ മതി. അയ്യോ, എന്റെ മോൾ എന്താ ചെയ്യുന്നത്? ഉണങ്ങാൻ തുണിയൊക്കെ മടക്കി വെക്കേ. ഇതൊക്കെ അമ്മ ചെയ്യില്ലേ? എന്റെ മോള് കഷ്ടപ്പെടണ്ട. അതിനെന്താമേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ ഇത് അത്ര വലിയ പണിയാ? വേണ്ടാത്ത ഒരു പണിയും ചെയ്യാൻ നിൽക്കണ്ട. മോള് താഴെ സോഫയിൽ പോയിരുന്ന TV കണ്ടോ? വേണ്ടമ്മേ, എനിക്കില്ലെങ്കിൽ ഇങ്ങനെ പകൽ സമയത്തെ TV കണ്ടിരിക്കുന്ന ശീലമൊന്നുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ബോറടിക്കും. അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇത്രയും തങ്കപ്പെട്ടൊരു മോളോ? ഇതാണ് കുടുംബ മഹിമ എന്ന് പറയുന്നത്. മോള് കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ രാധികയുടെ മോൻ കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, ഇതുപോലത്തെ ഒരു കുരത്തം കെട്ടതിനെ കാണാൻ കിട്ടില്ല. അവളെ ഒരു ചക്രശ്വാസം വലിപ്പിക്കുക. അവൾ പുലർച്ചെക്കണിക്ക് എല്ലാ പണിയും ചെയ്തിട്ടാണ് തൊഴിലുറപ്പിന് പോകുന്നത്. ഈ TV കണ്ട് ഇരിപ്പന്നെ ഈ മൊബൈൽ ഇങ്ങനെ കുത്തിട്ട ആരും വിളിച്ചാലും കേൾക്കില്ല. ഒരു ദിവസം ഞാൻ അവളുടെ പാല് വാങ്ങിക്കാൻ പോയി. ഈ പെണ്ണ് അവിടെ ഇരിക്കുന്നു. മോളെ 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 എന്ന് പറഞ്ഞു. ഏത് മോള്? ഇതന്നെ. പിന്നെ ഞാൻ പെട്ടെന്ന് ജനാല കട്ടൻ തുറന്ന് നോക്കിയപ്പോ ചാടികൾ ഒറ്റ അടിക്കുക. എന്താ ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ ആരാണ്? എന്നെ കൊണ്ട് ഞാൻ ദിവസം അവിടെ പോകുന്നതാ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ല അത്ര. അതെന്തെങ്കിലും ആയിക്കോട്ടെ അമ്മേ, ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ഞാനിത് എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? മോളെ, ഇതെല്ലാം അമ്മ മടക്കിക്കോളാം. അപ്പുറം ഇപ്പുറം പെണ്ണുങ്ങൾ കണ്ടാലേ കണ്ണ് വെക്കും. എന്റെ കുട്ടി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തെല്ലാം പണിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ മോളെ ഒഴിഞ്ഞിട്ട് അത്രയ്ക്കങ്ങ് ശരിയായിട്ടില്ല. ഇന്ന് സന്ധ്യക്ക് നല്ലോണം കടുകും മുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഒഴിഞ്ഞിടാം. മോളങ്ങ് താഴേക്ക് വാ. അയ്യോ, മോളെന്താ ഇങ്ങനെ കഴിക്കുന്ന പഴ? വീട്ടിലായിരിക്കുമ്പോ സാധാരണ ഈ സമയത്ത് സ്നാക്സ് കഴിക്കാറില്ല അമ്മേ. വിശന്നപ്പെടുത്ത് കഴിച്ചതേ ഉള്ളൂ. അത് സ്നാക്സ് അല്ലേ മോളെ? ഇത് വെറും പച്ചപ്പഴം. ഇനി ഇത് കഴിച്ച പോലെ വയറുവേദനയും വരുത്തണ്ട. അമ്മ നല്ല പോലെ തൊലിയെല്ലാം കളഞ്ഞ് നെയ്യിലും ശർക്കരയിലൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി തരാം. അത് മോൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇതാ, വീട്ടിൽ എന്താണോ ശീലം അതൊന്നും മോൾ ഇവിടെ വന്ന് മാറ്റണ്ടാട്ടാ. ഇത് സ്വന്തം വീട് പോലെ വിചാരിച്ചോ. മോൾ ഇവിടെ ഇരുന്ന അമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ, ഇതെന്താ എന്റെ കുട്ടി ചെയ്യുന്നത്? പാത്രം കഴുകുകയെ. അതൊക്കെ അവിടെ വെച്ചേ, അമ്മ ചെയ്തോളാം. നല്ല കാര്യായി. നല്ലൊരു കയ്യിലെ കൊണ്ട് കേട് വരുത്താൻ വേണ്ടിട്ട്. മോളെ, ആ സോപ്പ് എങ്ങനെ ഉണ്ടാക്കി മോളുടെ കൈ പൊള്ളിയാലോ? മോളങ്ങ് മാറിക്കോ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലമ്മേ. ഇതൊക്കെ ഞാൻ കഴുകിക്കോളാം. എന്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് പാത്രമൊക്കെ കഴുകാറുണ്ട്. അയ്യോ, ഇങ്ങനത്തെ ഒരു കുട്ടിയാ? ഇതെന്തൊരു അത്ഭുതം അത്. മോളെ, ഇന്നലെ ഒരു ചേച്ചിയോട് വന്നിട്ടില്ലല്ലേ? ബാമേ ബാമേ നമ്മ വിളിക്കുന്നത് കേട്ടില്ലേ? അവന്റെ മോനൊരു പെൺകുട്ടിനെ കൊണ്ടുവന്നു. കൂട്ടിയിട്ട് വന്നതാ, അല്ലാണ്ട് ആരും കണ്ട് ഇഷ്ടപ്പെട്ടതല്ല. അതിന് 2 പവന്റെ സ്വർണം കാതിലോ കാലത്തിൽ ഉണ്ടാക്കി വിറ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നതാ. അതിന്റെ ഒരു പൊങ്ങച്ചം കാണണം മോളെ. പാത്രം കാണാറില്ല, ചോറുണ്ടാക്കാറില്ല, കറി ഉണ്ടാക്കാറില്ല, ഒന്നും ഉണ്ടാക്കാറില്ല. അറിയില്ല പറയും. അവള് കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി വെച്ച ആദ്യം വന്ന് പ്ലേറ്റ് നിറയെ കോരി എടുത്ത് ടേബിളിന്റെ അടുപ്പ് TV കണ്ട് ഇരുന്ന ഒരു കഴിപ്പാണ്. എന്തൊരു പൊങ്ങച്ച കാര്യ. അവൾ എന്നിട്ട് പറയാം, മതിയായി വഞ്ചേച്ചി, ഇങ്ങനത്തെ ഒരു സാധനമാണ് എന്റെ മോനെ കൊണ്ടുവന്നതെന്നുള്ളത്. ആ സമയത്ത് എന്റെ മോള് ലക്ഷ്മി ദേവി വരുമ്പോൾ ഇങ്ങോട്ട് കേറി വന്നത്. ആ കുട്ടി പാത്രം കഴിയാൻ മുറ്റമടിക്ക തുണിയൊക്കെ ചെയ്യേ. ദൈവം പോലെ എന്നോട് പൊറുക്കില്ല. മോൾ അങ്ങോട്ട് പോ, അമ്മ ഇതെല്ലാം ചെയ്തോളാം. അതിനെന്താമ്മേ, നമ്മൾ ഭക്ഷണം കഴിച്ചോ, നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ അല്ലേ, അത് കഴുകാൻ എന്തിനാ മടിക്കേണ്ട കാര്യം? അമ്മ പോയിക്കോ, എന്നൊക്കെ എനിക്ക് ചെറിയ പണിയാ, ഞാൻ ചെയ്തോളാം. അയ്യോ, എന്ത് ചെയ്യാനാ? എത്ര പറഞ്ഞാലും കേൾക്കണ്ടേ? എന്റെ പൊന്നു മോളെ, എന്റെ മാല മോളുടെ കാലും ഇഷ്ടം എനിക്ക് നിന്നെയാ. എന്നെ സ്വന്തം അമ്മയായിട്ട് കരുതിയാ മതിയേ. വേറൊരാളാണല്ലോ വിചാരേ. മനസ്സിൽ പോലും തോന്നരുതേ മോളെ.
എന്നിട്ട് നീ എപ്പോഴാ വരുന്നത്? അടുത്ത മാസമോ? ആയിക്കോട്ടെ. ആണോ? അവരെങ്ങനെ പറഞ്ഞോ? ശരി, നിന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ അവനോടൊന്ന് പറയട്ടെ. ശരി ശരി ശരി. എന്താ അവള് പറഞ്ഞേ? മോനെ, മാലി ഇപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? അവർക്ക് പെൺകുട്ടി നല്ലപോലെ ഇഷ്ടപ്പെട്ടത്രേ. അപ്പൊ അടുത്ത മാസം മിക്കവാറും അവരിങ്ങോട്ട് വരും. അതൊരു സൂചന തരാൻ വേണ്ടി അവള് വിളിച്ചതാ. അമ്മേനെ കാണാരം മണിക്കർ ആള് കൊള്ളാലോ. പറഞ്ഞത് അച്ചട്ടാ അല്ലേ? പിന്നെ അയാൾ പറഞ്ഞ തന്നെ. അതല്ലേ എനിക്ക് ഇത്രയും വിശ്വാസം. മാലമ്മളുടെ ജാതകം നോക്കുമ്പോ ഇപ്പൊ എന്താ അറിയോ പറഞ്ഞത്? ഇങ്ങോട്ട് സ്വർണം ഇട്ടിട്ട് ആ പെൺകുട്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാ. നീ വേറെ ഒന്നും നോക്കണ്ട, കല്യാണ ചെലവ് മാത്രം നോക്കിയാൽ മതി. നല്ല സ്റ്റാൻഡേർഡുള്ള ടീമാ വരുന്നത്. അതിനനുസരിച്ച് ആർഭാടമായിട്ട് തന്നെ എല്ലാം ഒരുക്കണം. അതിനൊരു കുറവും വരാൻ പാടില്ല. സ്വർണം കൊടുക്കുന്നില്ലാലോ, ഈ ചെലവ് മാത്രമല്ലേ ഉള്ളൂ. ദൈവമേ, 2 കല്യാണം അടുപ്പിച്ചോ? അമ്മ എന്റെ കല്യാണത്തിന് വാങ്ങിയ പൈസ തന്നെ കൊടുത്തു തീർന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് ഈ ആർഭാട കല്യാണത്തിന് കൂടെ പൈസ വേണ്ടത്. ഇത് എവിടെ നിന്നുണ്ടാക്കാനാ? നീ എന്തിനാടാ പേടിക്കുന്നത്? ഒരു സന്മനസ്സുള്ള കോടീശ്വരൻ നിന്റെ കൂടെയുള്ളത്. അമ്മ പറഞ്ഞ പോലെ അവളെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങാൻ പറ്റുമോ? കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതൊക്കെ നാട്ടു നടപ്പാ മോനെ. സാധാരണ ചെക്കന്മാര് കല്യാണം അന്വേഷിച്ചിട്ട് വരും. വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെങ്ങന്മാർക്ക് പാല് സ്വർണ്ണം കൊടുത്തിട്ട് കൊടുത്ത് അവര് കെട്ടിച്ചു വിടും. നിനക്ക് എത്ര ഉദാഹരണം വേണം? ആ ജാനകിന്റെ മോൻ അങ്ങനെയല്ലേ ചെയ്തത്? പിന്നെ ഏതോ ഒന്നും കൂടി ഇവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് പിള്ളേരെ കോടീശ്വരമായിട്ട് ജീവിക്കുന്നത്. ഇതിപ്പോ അത്രയൊന്നും വേണ്ടാലോ. ഒരു 5 പവനടുത്ത് വിക്ക്, കല്യാണത്തിനുള്ള പൈസ ആയില്ലേ. അമ്മ ഇതിപ്പോ ഒന്നും ആയിട്ടില്ലല്ലോ. അവരൊന്ന് വരട്ടെ, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളൊന്ന് സംസാരിച്ചിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. അതിനിപ്പോ സമയം എടുക്കില്ലേ? എന്നിട്ട് എന്താ വേണ്ട ചെയ്യാം. പിന്നെയാണെങ്കിൽ അത് നീ ചെയ്യണം. അവസാനം കാലും മാറാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? നിനക്ക് അവളോട് സ്വർണമായിട്ട് വാങ്ങുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ആ സ്വർണത്തിന് നമുക്ക് സ്ഥലമാക്കി മാറ്റിയാലോ? അമ്മ എന്താ ഉദ്ദേശിച്ചത്? അവളെ സ്വർണം മുഴുവൻ വിറ്റിട്ട് സ്ഥലം വാങ്ങാനാ? ആ അതന്നെ പറയുന്നത്. ഇപ്പൊ സ്വർണം കൈവച്ച 10, 20, 30 ഒക്കെ കൂടും. അല്ലാണ്ട് ലക്ഷങ്ങളൊന്നും കൂടില്ലാലോ. അപ്പൊ സ്ഥലമാണെങ്കിലോ, ഇന്ന് 1 ലക്ഷത്തിന് വാങ്ങി നാളെ 2 ആവും, 3 ആകും, 4 ആവും, 6 ആകും. അപ്പൊ മോളെ കല്യാണത്തിന് ഒരു 2 സെന്റ് സ്ഥലം എടുത്ത് വിറ്റു. നിന്റെ ഭാര്യന്റെ സ്വർണം എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കാര്യം നടന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏത് വഴിക്ക് പോയാൽ നിങ്ങൾക്ക് ലാഭമേ ഉള്ളൂ. അതൊക്കെ കൊള്ളാം. സംഭവം എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കണ്ടുപിടിക്കും? അതൊന്നും ഓർത്ത് നീ തല പോയിക്കണ്ട. അതൊക്കെ ഈ വനജാക്ഷി കണ്ടുവച്ചിട്ടുണ്ട്. അന്ന് കല്യാണത്തിന് രാജൻ ബ്രോക്കർ ഇവിടെ രാത്രി വരെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ മൂപ്പരോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയും കുറച്ച് സ്ഥലം നോക്കി. ഈ സ്വർണ്ണമൊന്നും കെട്ടിപ്പിടിച്ച് നടക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. മൂപ്പർ ഇന്നലെ എന്നെ വിളിച്ചു. കുറച്ച് സ്ഥലം, നല്ല സ്ഥലം നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ട് സൂചിപ്പിച്ചത്. അതങ്ങനെ നമുക്ക് വാങ്ങിയാലോ? നീ ഒന്ന് യെസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. മറ്റന്നാൾ രജിസ്ട്രേഷൻ ചെയ്യാം. യെസ് പറയുന്നതിന് എനിക്ക് താല്പര്യം കുറവൊന്നുമില്ല. എനിക്കും അതന്നെ ഇഷ്ടം. പക്ഷെ അവളെ കയ്യിൽ നിന്ന് മുഴുവൻ സ്വർണ്ണം ഇപ്പൊ എങ്ങനെ വാങ്ങിയെടുക്കും? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഈ സ്വർണം പറയാതെ അവളുടെ മാത്രമാ. അതിൽ നിനക്ക് ഒരു അവകാശവും ഇല്ല. അതിന് വിറ്റിട്ട് ഒരു 50 സെന്റ് സ്ഥലം നിന്റെ പേർക്ക് വാങ്ങ്. നിനക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എന്തായാലും ഞാനേ അവളോട് ഈ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. എന്നാ പിന്നെ സ്ഥലത്തിന്റെ കാര്യം ഉറപ്പിക്കല്ലേ? ഞാൻ മൂപ്പർ വിളിച്ച് പറയട്ടെ. അമ്മ പറഞ്ഞു. ഇതിൽ വളരെ കുറച്ചുകളല്ലോ. ബാക്കി അവിടെ പോയി? ബാക്കി മുഴുവൻ ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. യൂസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകാനുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം, അത്ര തന്നെ. ശരിയല്ലേ? കല്യാണത്തിന് ഇതെല്ലാം ഒറ്റ പ്രാവശ്യം ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ല ഷെൽഫിലോ ലോക്കറിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. ഒരു ഉപകാരമില്ല. പക്ഷെ ഇത് കയ്യിലുള്ളത് നല്ലൊരു സേവിങ്സ് അല്ലേ? ഗോൾഡിനൊക്കെ ഇപ്പൊ നല്ല വില കൂടി വരല്ലേ. കുറച്ചാണെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഒരു സമാധാനം തന്നെയാണ്. കുറച്ചോ? എടാ, ഇത്രയും സ്വർണ്ണമൊക്കെ കയ്യിൽ വെക്കുന്നതേ നല്ല റിസ്ക് ആണ്. കുറച്ചിവിടെ, കുറച്ച് ഷെൽഫില്. ഇതൊക്കെ സേഫ് അല്ല. ഞാൻ ആലോചിക്കുന്നതേ, നമുക്ക് ഇതൊക്കെ കൊടുത്തിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയാലോ? സ്ഥലം വാങ്ങാനോ? അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. ഏട്ടൻ വാങ്ങിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സ്ഥലം ആയാലും സ്വർണ്ണാണെങ്കിലും രണ്ടും പൈസ തന്നെയല്ലേ.
ഇയാൾ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാലോ. അങ്ങനെയാണെങ്കിലേ നമ്മളുടെ ഇവിടെ അടുത്തൊരു കുമാരൻ ബ്രോക്കർ ഉണ്ട്. പുള്ളിന്റെ പുറകെ നടക്കുക, കുറച്ച് സ്ഥലം വെച്ചിട്ട് വാങ്ങടാ വാങ്ങടാ എന്ന് പറഞ്ഞു. അതും റോഡ് സൈഡ് 19 സെന്റ് സ്ഥലമുണ്ട്. ഇപ്പൊ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ വിലേന്റെ 3 ഇരട്ടിക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോഴേ ഞാൻ ഇന്ന് പുള്ളിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഈ കാര്യം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ 80 സെന്റ് അതും റോഡ് സൈഡ് എന്നൊക്കെ പറഞ്ഞ ഈ സ്വർണം കൊണ്ട് അത്രയൊക്കെ വാങ്ങാൻ പറ്റുമോ? എന്തിനിത്രേ? ഇത് മുഴുവനും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുള്ളു വിലയ്ക്ക് വന്നതാണ്. പിന്നെ നമ്മൾ പറയുന്ന പൈസക്ക് പുള്ളി അത് റെഡിയാക്കി തരികയും ചെയ്യും. അപ്പൊ ഇന്ന് തന്നെ വിളിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ചന്റെ ഉള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടത്താം. പുള്ളിനെ വിളിച്ച് പറയട്ടെ ഞാൻ. വളരെ നല്ല കാര്യല്ലേ, അതിന് മുടക്കാൻ നിൽക്കണ്ട. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വളയുണ്ട്, അതും ഒരു 1.5 പവന്റെ ഒരു നെക്ലസ് ഉണ്ട്, പിന്നെ ഒരു കമ്മലും, എല്ലാം കൂടി ഏകദേശം ഒരു 5 പവൻ വരും. അതെനിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. എവിടേക്കെങ്കിലും ഒക്കെ പോകാനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി സ്വർണം മുഴുവൻ എടുത്തിട്ട് സ്ഥലം വാങ്ങിക്കും. 5 പവനോ? 20 പവൻ കയ്യിൽ വെച്ചു. 20 പവൻ ഞാൻ എന്റെ കയ്യിൽ വെച്ചാ പിന്നെ എന്തെടുത്ത സ്ഥലം വാങ്ങുക? ബാക്കി 80-85 പവനില്ലേ, അതുപോലെ നമുക്ക് സ്ഥലം വാങ്ങാൻ. 85ഓ? എന്താ ഈ പറയുന്നത്? എന്റെ കയ്യിൽ ആകെ ഉള്ളത് 20 പവനാ. അതും തൂക്കി നോക്കിയാൽ മനസ്സിലാകാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. 20 പവൻ തികച്ചില്ലാന്നോ? എന്താണ് ഈ പറയുന്നത്? ഒരു ലോഡ് സ്വർണം കല്യാണത്തിന് ഇട്ടിട്ട് വന്നിട്ട് 20 പവൻ പോലും ഇല്ലാന്ന് അറിയാം. ഇയാൾ വെറുതെ ആളെ കളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലോ. കളിയാക്കിയതൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഇവിടെ നല്ലേ പറഞ്ഞത് ഒരു സ്വർണവും വേണ്ട, പെൺകുട്ടിനെ മാത്രം മതി, നിങ്ങൾക്ക് ഗോൾഡിലൊന്നും താല്പര്യമില്ലാന്ന്. പിന്നെ ഒരു സ്വർണ്ണം ഇടാണ്ട് എങ്ങനെയാ വരാന്ന് വിചാരിച്ചു. അത് മാത്രല്ല, ഏട്ടൻ പറഞ്ഞ പോലെ ഇതൊരു സേവിങ്സ് ആണല്ലോ. 15 പവൻ വീട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 5 പവൻ റിലേറ്റീവ്സ് എല്ലാവരും കൂടി. അത് എനിക്ക് ഉറപ്പില്ല കേട്ടോ 5 പവൻ തികച്ചുണ്ടാവുന്ന. എന്തായാലും ഒരു 20 പവന്റെ അടുത്തുണ്ടാവും. പിന്നെ ബ്യൂട്ടീഷ്യനാ പറഞ്ഞത്, ഇപ്പൊ പെൺകുട്ടികളൊക്കെ റെന്റിനെടുത്ത ഓർണമെന്റ്സ് ആണ് ഇടുക, അതാണ് ട്രെൻഡ്. ഈ 20 പവനൊന്നും അത്യാവശ്യം കാണാനൊന്നും ഇല്ല, വീഡിയോയിലൊന്നും രസം ഉണ്ടാവില്ല എന്ന്. പിന്നെ റെന്റിന് എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഇമിറ്റേഷൻ ഗോൾഡ് വാങ്ങി തന്നെയാ. അപ്പൊ കല്യാണത്തിന് ഇട്ട മുഴുവൻ റെന്റിനെടുത്തായിരുന്നോ? ആ, അധികവും റെന്റിനെടുത്ത് തന്നെയാ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഇമിറ്റേഷന്റെ, അത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രയും ഓർണമെന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുമോ? അപ്പൊ നിന്റെ കഴുത്തിൽ ഇങ്ങനെ കിടന്ന വലിയ 25 പവന്റെ നെക്ലേസ്? അത് റെന്റിനെടുത്തതായിട്ടാ, സാരിക്ക് മേച്ചായിട്ട്. അപ്പൊ നീ 101 പവൻ കൊണ്ടല്ലേ വന്നേ? വേറെ 20 പവൻ കൊണ്ടാണ് വന്നേ? 20 പവനേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇമിറ്റേഷനാ.